ഹായ് ഓൾ. നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ സ്വിംഗ് ബിഗ് ട്രേഡ്സിലേക്ക് എപ്പിസോഡ് 4 ആണ്, 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ഇല്ല, ഈ ആഴ്ച ഇല്ല, ഈ ആഴ്ച ഇല്ലേന്ന്. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ ആഴ്ച ഇടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാമാന്യ അപ്രീസിയേഷൻ കിട്ടണ്ടേ, ഇത് വാങ്ങിക്കാൻ പൈസയും കൂടെ വേണ്ടേ. അപ്പോൾ അത് വിറ്റിട്ട് വേണ്ടേ അടുത്ത് വാങ്ങിക്കാൻ. അപ്പം നമുക്കൊരു ന്യായമായ പ്രോഫിറ്റ് കിട്ടി അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ. അല്ലാതെ ചുമ്മാ എല്ലാ ആഴ്ചയും ഞാനിങ്ങനെ ഇട്ടിട്ട് അതൊരു കാര്യമില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും, മനസ്സിലായി, ഏത് മേടിക്കണം ഏത് കൊടുക്കണം എന്നൊക്കെ പ്രശ്നമാവും, മനസ്സിലായി. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഏകദേശം നവംബർ ലാസ്റ്റ് വീക്കിൽ, നവംബർ 20 തോന്നുന്നു, നവംബർ 23 തോന്നുന്നു, നവംബർ 23 നമ്മൾ ലാസ്റ്റ് സ്വിംഗ് അപ്ഡേറ്റ്സ് ഇട്ടത് അല്ലേ. അപ്പോൾ അന്ന് തന്ന സ്റ്റോക്കിൻ്റെ നിലവാരം എന്താണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ചിലത് എക്സിറ്റ് ആയിട്ട് നമുക്ക് പുതിയത് കയറാൻ പറ്റും, മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ചുമ്മാ എല്ലാ പ്രാവശ്യം പറയുന്നതെല്ലാം മേടിച്ചിട്ടിട്ട് അതതിൻ്റെ വഴിക്ക് പോകുന്നത്, അത് ശരിയായ സ്ട്രാറ്റജി അല്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിനകത്തിൽ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് എനിക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത് കാണും. ഏകദേശം 20% വരെയൊക്കെ അപ്സൈഡ് പോയ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ബി ഡി എല്ലൊക്കെ ഏകദേശം മോർ ദാൻ 20% ആയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണും ഇല്ലേ. അപ്പോൾ ആ ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത ഈ പറയുന്ന സ്റ്റോക്കിനകത്തിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ചുമ്മാതെ എല്ലാ ആഴ്ചയും ഇങ്ങനെ കിട്ടിയിട്ട് അതിന് കാര്യമില്ലല്ലോ. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തോ അതിന് ഹോൾഡ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് അതിനെപ്പറ്റി തീരുമാനിച്ചിട്ട് വരുന്ന ദിവസങ്ങളിലേക്ക് ഞാനൊരു 5 സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് നിങ്ങൾ എൻട്രി ചെയ്യുക. അങ്ങനെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്റ്റോക്കിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മൾ കഴിഞ്ഞ നവംബർ 23 തോന്നുന്നു, 23 എൻട്രി നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റോക്കുകളുടെ നിലവാരം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത നാളുകളിലേക്കുള്ള പുതിയ സ്വിംഗ് ട്രേഡ്സും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് കാണാത്ത ഇതിപ്പോൾ നമുക്ക് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളത്, അല്ലാതെ കോമൺ ആയിട്ടല്ല. നമ്മുടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സിന് വേണ്ടി മാത്രം ഉള്ള സ്വിംഗ് ട്രേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ആഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിംഗ് ട്രേഡ്സ്, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സ്വിംഗ് ട്രേഡ്സിൻ്റെ അവലോകനം പ്ലസ് പുതിയ സ്വിംഗ് ട്രേഡ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിംഗ് പിക്സിലേക്ക് നമുക്ക് വരാം. ലാസ്റ്റ് വീക്ക് നമ്മൾ നൽകിയത് ഫസ്റ്റ് നമ്മൾ സെഞ്ച്വറി പ്ലേ ആണ് നൽകിയത്. സെഞ്ച്വറി പ്ലേ നമ്മൾ നവംബർ 23 ഓക്കെ 690 രൂപയ്ക്കാണ് നമ്മൾ എടുക്കാൻ പറഞ്ഞത്. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 841 രൂപയാണ്. ഏകദേശം 18% നമുക്ക് ഗെയിൻ കിട്ടി. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോൾഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക, അത് നിങ്ങളുടെ മനോധർമ്മമാണ്. ഓക്കെ, നിങ്ങളുടെ മനോധർമ്മമാണ്. നിങ്ങളത് കൊടുക്കുന്നോ വിൽക്കുന്നോ ഹോൾഡ് ചെയ്യുന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മനോധർമ്മമാണ്. എനിക്കതിനകത്തിൽ റോളില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് വെച്ചാണ്. നിങ്ങൾക്കിപ്പോൾ 23, ഇന്നിപ്പോൾ ഡിസംബർ 13, 20 ദിവസമായി. 20 ദിവസം കൊണ്ട് 18% നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളതിൽ തൃപ്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം. ഇല്ല, നിങ്ങൾ തൃപ്തരല്ല, നിങ്ങളിനി മുന്നോട്ടുള്ള റിസ്ക് നിങ്ങൾ പാലിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 10 മുതൽ 15% വരെയാണ്. ഞാനതാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ 10 മുതൽ 15% വരെ കിട്ടിയാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അതാണ് എൻ്റെ ന്യായം പോളിസി. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ന്യായം പോളിസി. അപ്പോൾ അതാണ് എൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡബിൾ ആകാം, അല്ലെങ്കിൽ 50% ആകാം. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ സ്ട്രാറ്റജി ഇതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് ബി ഡി എല്ലാണ്. ഓക്കെ, 21%. 1267 പറഞ്ഞതാണ് നമ്മൾ. 995 പറഞ്ഞതാണ്. 1267 ആയിന്ന് 21%. ഇതും നിങ്ങൾക്ക് യുക്തം പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്ത ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാം. ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 4%. അടുത്ത ചെന്നൈ പെട്രോ ആണ്. ചെന്നൈ പെട്രോ കുറച്ച് മേലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ട് വന്ന് നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാം. ഒരു 3 മാസമൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ദേവയാനിയാണ്. ദേവയാനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. എന്തായാലും 200 ഇത് അടിക്കാതിരിക്കാൻ വഴിയില്ല.
കാരണം ദേവയാനി അറിയാമല്ലോ, KFCയുടെ ഔട്ട്ലെറ്റ് ആണ്, KFCയുടെ ഡീലറാണ് ഇന്ത്യയിലെയും നേപ്പാളിലെയും. ഓക്കെ, അപ്പോൾ അവർക്കൊരു 200 പേരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 200 കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പറക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഹോൾഡ്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്വിംഗ് പിക്സിൻ്റെ ഒരു അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പം നമുക്കിനി പുതിയ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പിക്ക് ബിർള കോർപ്പറേഷനാണ്. ബിർള കോർപ്പറേഷൻ. ഓക്കെ, ഇവിടെ ഉണ്ട് ബിർള കോർപ്പറേഷൻ. ഇത് ഒരു നല്ല ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇത് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്ക്. ഞാൻ ഡൗൺ ട്രെൻഡ് താഴെ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം ഇതിപ്പം ഒരു നല്ല അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൻ്റെ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു, അതിനുശേഷം അപ് ട്രെൻഡ് ആയി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നില്ല. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിലും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതായിരിക്കും. ഏകദേശം 1075 വരെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1650 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഇതുണ്ട്. പല പ്രാവശ്യം ഈ സ്റ്റോക്ക് ഇങ്ങനെ താഴെ വന്നിട്ട് തിരിച്ച് മുകളിൽ പോയ ചരിത്രമാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങി, ഇത് നിങ്ങളുടെ മനോധർമ്മമാണ്. ഇതാണ് ഇതിൻ്റെ ലെവൽസുകൾ. ഞാൻ ഇങ്ങനെ പ്രൈസ് പറയുന്നത് ശരിയല്ല വീഡിയോയിൽ. ഓക്കെ, അപ്പം ഈ ലെവലാണ്, ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് ലെവൽ. ഇത് ഇവിടെ വരെ പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഇതിന് ഉണ്ട്. അത് നമ്മൾ നോക്കി വെച്ചാൽ ബിർള കോർപ്പറേഷൻ. ഓക്കെ, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും 1075 റേഞ്ച് ആയിരിക്കും. ഈ സപ്പോർട്ട് പൊട്ടിച്ച് താഴെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ഫർദർ ഡൗൺ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഞാനിത് വരച്ചിട്ടേക്കാം അവിടെ. ഓക്കെ, ഇതും ഒരു വീക്കിലി ബേസിസിൽ ഇത് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് കരുതാം. ഓക്കെ, അതാണ് ഇപ്പോൾ ബിർള കോർപ്പറേഷൻ. ഇതിൻ്റെ കറണ്ട് പ്രൈസ് അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം അവിടെ. കറണ്ട് പ്രൈസ് എത്രയാണ്? 1282 CMB 1282. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറണ്ട് പ്രൈസ്. ഓക്കെ, CMB 1282. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് വരാം. അടുത്ത സ്റ്റോക്കാണ് IRCTC. നമുക്കറിയാം IRCTC നല്ല രീതിയിൽ പോയതിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് കയറും. ഓക്കെ, IRCTC. ഓക്കെ, തിരിച്ച് ഒരു അപ് ട്രെൻഡിലേക്കുള്ള യാത്രയിലാണ്. 1137 വരെ ഇത് പോയതാണ്. അപ്പം ഇപ്പം നിലവിൽ നല്ല ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇത് കിടക്കുന്നത്. ഇവിടുന്ന് ഇനിയിപ്പം ബജറ്റൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു അപ്സൈഡ് ഇനി പെട്ടെന്ന് തന്നെ 1000 രൂപ അടിക്കാനുള്ള സാധ്യത ഇത് വളരെ കൂടുതലാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ആക്ച്വലി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, എങ്കിലും ഞാനങ്ങ് പറയുകയാണ്. 784 775 താഴെ വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് SL ആയിട്ട് പരിഗണിക്കാം. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു 1000 രൂപയ്ക്ക് മേടി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് പ്രൈസ് എത്രയാണ്? 835 CMB 835. ഓക്കെ, അടുത്തത് ഞാൻ നോക്കിയത് ഇതൊരു സ്പെഷ്യൽ സ്റ്റോക്കാണ്. നിഖിൽ അഡേസീവ് എന്നാണ് എൻ്റെ പേര്. നിഖിൽ അഡേസീവ്. ഈ സ്റ്റോക്ക് വളരെ നാളുകളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സ്റ്റോക്കാണ്. ഇത് ഞാൻ സ്വിങ് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇത് BSEയിൽ മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്ക്. അപ്പം ഇത് ഏകദേശം എപ്പോഴും 118-150 റേഞ്ചിലാണ് എപ്പോഴും ഇത് കളിക്കുന്നത്. ഓക്കെ, 118-150 റേഞ്ചിൽ എപ്പോഴും ഇതിങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റേഞ്ച് വിട്ട് പുറത്ത് പോയിട്ടില്ല. അപ്പം ഇപ്പോൾ ഒരു നല്ല ഡൗൺ ട്രെൻഡിലാണ്. 122 ആ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മുടെ പിഡിലൈറ്റ് ഫെവിക്കോൾ മാതിരിയുള്ളൊരു കമ്പനിയാണ് നിഖിൽ അഡേസീവ്. ഇവരുടെ പ്രോഡക്റ്റ് ഒത്തിരി മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനെ ഈ പിഡിലൈറ്റിനെ വെട്ടാൻ പറ്റിയ അവരോട് കിടപിടിക്കുന്ന ഒരു കമ്പനിയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നിങ്ങളെപ്പോഴും ഒരു 10-15% കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കണം കേട്ടോ. ഇപ്പോൾ 122 കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു 140-150 ആ റേഞ്ചിലാകുമ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിയേക്കണം. ഒത്തിരി നാളിത് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ചെറിയ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു സംഭവമാണിത്. നിഖിൽ അഡേസീവ്. ഓക്കെ, ഇതിൻ്റെ കറണ്ട് പ്രൈസ് 122. ഓക്കെ, CMB 122. ഓക്കെ, ഇതിന് സ്റ്റോപ്പ് ലോസ് 97 ഞാൻ വെച്ചേക്കുന്നത്. കാരണം ഇത് ഭയങ്കര ഫ്ലാഷായിട്ട് അടിക്കുന്ന സംഭവമാണ്. ഫ്ലാഷായിട്ട് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്
ഞാനിപ്പോൾ നിലവിൽ ഇതിന് സ്റ്റോപ്പ് ലോസ് 100 കണക്കാക്കിയാൽ മതി, 100 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 100 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ അതിന് കരുതിയാൽ മതി. ഓക്കെ, അപ്പം അത് അപ്പം നമ്മളിപ്പോൾ എത്ര സ്റ്റോക്ക് പറഞ്ഞു? 1, 2, 3 സ്റ്റോക്ക് പറഞ്ഞില്ലേ? അടുത്തത് SBI ലൈഫാണ്. അടുത്ത SBI ലൈഫ്. ഈ SBI ലൈഫും എൻ്റെ റഡാറിൽ വളരെ നാളുകളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് സ്ഥിരം പരിപാടിയാണ് ഈ റേഞ്ചിൽ വന്നിട്ട് തിരിച്ചു കയറുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ ഇതിനെ പരിഗണിക്കാം. ഇപ്പോൾ കറണ്ട് പ്രൈസ് 1428 SBI ലൈഫ്. CMB 1428. ഓക്കെ, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈന് താഴെ പോകണം. ഏകദേശം 1280 താഴെ, 1280 താഴെ വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിന് SL പരിഗണിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്യുക. ഇതൊക്കെ ഒരു നല്ല സ്ട്രോങ് സ്റ്റോക്കാണ്, പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 ദിവസം താമസിച്ചാലും 1 മാസം താമസിച്ചാലും ഇത് നല്ല അപ്സൈഡ് പോകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക. SBI ലൈഫ് ഇൻഷുറൻസ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 1428. ഓക്കെ, അടുത്തത് ലാസ്റ്റാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പം നമുക്കൊരു എൻട്രിക്ക് പറ്റിയ സമയമാണ്. ചിലപ്പം ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ വളരെ അധികം മുകളിൽ പോയിട്ട് തിരിച്ച് പൊട്ടുന്ന ഒരു സ്വഭാവം വളരെ നാളുകളായിട്ട്, ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഇതൊക്കെ ലോങ് ടൈം എൻട്രിയാണ്. ലോങ് ടൈം എൻട്രി എന്ന് വെച്ചാൽ നമുക്ക് 25-30% കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുവരെയൊക്കെ ഇത് ഹോൾഡ് ചെയ്യാം. ഇപ്പം നിലവിൽ ഇത് എവിടം വരെ പോയി? 1178 ഇപ്പം 780 വരെ, 790 വരെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 735 താഴെയാണ്. 730, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനൊക്കെ നല്ല ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ 650 അതുവരെയൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് 900 രൂപ കിട്ടും എന്തായാലും. 790 ഇപ്പോൾ കറണ്ട് പ്രൈസ് 790. CMB 790 ആണ് ഇന്നത്തെ കറണ്ട് പ്രൈസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് 1000 രൂപ, 900 രൂപയ്ക്ക് മുകളിൽ എന്തായാലും ഇത് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ താഴെ വരുമ്പോൾ ആവറേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 5 സ്റ്റോക്കുകൾ പറഞ്ഞു കഴിഞ്ഞ്, ഈ 5 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് എൻട്രി പരിഗണിക്കുക. അപ്പം ഇത് പുഷ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. നാളെ രാവിലെ നിങ്ങൾക്ക് അതായത് ശനിയാഴ്ച രാവിലെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. മെമ്പേഴ്സിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനകത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിങ്ക് പിക്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.